कराग्रे वसति लक्ष्मी करमध्ये सरस्वती करमूले सदा गौरी प्रभारे करदर्शन रवये नमः भानवे नमः रवये नमः भानवे नमः समुद्रवसने देवी पर्वतस्तनमण्डिते विष्णुपत्नी नमस्तुभ्यं पादस्पर्शं क्षमस्व मे സകല രോഗങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആദിവ്യാധികൾ ഇല്ലാതെയാക്കുന്ന ഈശ്വരമൂർത്തികൾ. ആ ഈശ്വരമൂർത്തികൾ വസിക്കുന്ന ഗ്രാമങ്ങൾ, മരച്ചുവടുകൾ, പുഴയുടെയും കുളത്തിൻ്റെയും കരകൾ. അത് തേടിയുള്ള യാത്രയ്ക്ക് തീർത്ഥയാത്ര എന്ന് പേര് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ തീർത്ഥയാത്രയും മനുഷ്യനെ മനുഷ്യനിലേക്ക് സഞ്ചരിപ്പിക്കുന്ന യാത്രകൾ തന്നെയാണ്. മനുഷ്യനിലെ മനുഷ്യത്വത്തെ, അതുപോലെയുള്ള പ്രകൃതിഭാവങ്ങളെ, സഹജീവികളോടുള്ള കരുണയെ ഒക്കെ ഉണർത്തുവാനുള്ള ഭാവങ്ങളാണ് ഓരോ ക്ഷേത്രഭൂമിയിലുമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ നാം നിൽക്കുന്നത് തകഴി ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തിയ നാം ക്ഷേത്രത്തിൻ്റെ വിശ്വാസങ്ങളും ശ്രീകോവിൽ കാഴ്ചകളുമാണ് മനസ്സിലാക്കിയത്. ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണുവാനായി. ബലിക്കൽപുരയിലെ തൂണുകളിലൊന്നിൽ കറങ്ങുന്നതും അതിനുള്ളിൽ അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് കൊമ്പും തുമ്പിക്കൈയുമുള്ള നാളികേരവും അങ്ങനെ ഓരോരോ കാഴ്ചകൾ. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ, ശ്രീകോവിലിൻ്റെ പ്രത്യേകത, വിമാനത്തിൻ്റെ പ്രത്യേകത എല്ലാം നാം മനസ്സിലാക്കി. എന്നാൽ അതുപോലെ തന്നെ ദിവ്യ ഔഷധ സാന്നിധ്യമുള്ളൊരു ക്ഷേത്രഭൂമി കൂടിയാണ് ഇത്. അതിനെക്കുറിച്ചും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വിശ്വാസങ്ങളെക്കുറിച്ചും പറയുവാനാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒത്തുചേരൽ. കാഴ്ചകൾ ആരംഭിക്കാം. ആദ്യം അമ്മയുടെ വാക്കുകൾ. അറിവമ്മ അലിവമ്മ അമൃതമ്മ അഖിലം നീ എല്ലാവരെയും ഒരമ്മ മക്കളായി കണ്ട് സഹോദര ബുദ്ധിയോടെ സ്നേഹിക്കണം. സത്കർമ്മങ്ങൾ ചെയ്യണം. കഷ്ടപ്പെടുന്നവരെ സേവിക്കണം. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് അവിടുത്തെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുക. അമ്മയുടെ ഈ വാക്കുകളിലൂടെ പരമമായ ആനന്ദമറിയുവാൻ നമുക്കാകട്ടെ. തകഴി ധർമ്മശാസ്താ ക്ഷേത്രം
ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പല കാഴ്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞു നാം വലിയമ്പലം ചുറ്റുകയാണ് ഇപ്പോൾ. ചുറ്റമ്പലത്തിലെ കാഴ്ചകൾ, അതുപോലെ മറ്റൊരു വലിയ വിശേഷമുള്ളത് ഉപദേവതാമൂർത്തികളില്ലാത്ത ക്ഷേത്രഭൂമിയാണ് തകഴിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം. എന്നാൽ ഇവിടുത്തെ വല്യണ്ണയെക്കുറിച്ചുള്ള ഐതിഹ്യവും വിശ്വാസങ്ങളുമാണ് നാം പറയേണ്ടത്. അതിനുള്ള കാഴ്ചകളും അതിനുള്ള വിശ്വാസങ്ങളും ഒക്കെ അറിയുന്നതിനോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതിയിൽ വലിയ പ്രത്യേകതകൾ നാം കണ്ടു. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കീഴിലാണ് തകഴി ഗ്രാമം ഉണ്ടായിരുന്നത്. തകഴി രാജ്യം തന്നെ ഉണ്ടായിരുന്നു, രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചെമ്പകശ്ശേരി രാജാവിൻ്റെ കീഴിലുണ്ടായിരുന്ന കാലത്ത് ഇവിടുത്തെ നാട്ടുകാരും രാജാവും ഒത്തുചേർന്നിട്ടാണ് അത്രയും ക്ഷേത്രം പണി കഴിപ്പിച്ചത്. അതിൻ്റെ ചില ചരിത്ര രേഖകളുമുണ്ട്. അന്ന് പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇന്ന് കാണുന്ന ചുറ്റുമതിലല്ല, ഒരു വളരെ വിശാലമായൊരു ഭൂമിയാണ് ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നത്. ധാരാളം സ്വത്തുവകകൾ ക്ഷേത്രത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ക്ഷേത്രം ഇന്നും ആ പ്രൗഢി അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ആചാരങ്ങളിലെ പ്രൗഢിയുണ്ട്, കാഴ്ചകളിൽ പ്രൗഢിയുണ്ട്. ഗംഭീരമായ ക്ഷേത്രമാണ്. മാത്രമല്ല കേരളത്തിലെ ക്ഷേത്ര ദർശനം നടത്തുന്ന എല്ലാവർക്കും തന്നെ തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഏറെ സുപരിചിതവുമാണ്. ഇവിടെ കാഴ്ചകൾ കാണുവാനായി, അതായത് നാം ചുറ്റമ്പലത്തിനെ വലം വെച്ച് വരുമ്പോൾ കാണുന്നത് ഒരു കിണറാണ്. ആ കിണർ ഏറ്റവും ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ കിണർ കണ്ടാൽ പിന്നീട് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നാൽ നാഗരാജാവും നാഗയക്ഷിയും സാന്നിധ്യമാകുന്ന സർപ്പക്കാവുണ്ട്. നിരവധി നാഗവിഗ്രഹങ്ങൾ ഇവിടെ സാന്നിധ്യമുണ്ട്. യഥാർത്ഥത്തിൽ മുമ്പ് ഇവിടെ ഉപദേവന്മാരുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ. ഇന്നും ഉപദേവ സാന്നിധ്യമായിട്ടല്ല സർപ്പദൈവങ്ങളുള്ളത്. അതൊരു ക്ഷേത്രത്തിലും സാധാരണ ഉപദേവ സാന്നിധ്യത്തിലല്ല സർപ്പദൈവങ്ങളെ കാണേണ്ടത്. കേരളത്തിൽ ആദ്യകാലത്തുണ്ടായിരുന്നത് സർപ്പദൈവങ്ങളാണെന്ന് നമുക്കറിയാമല്ലോ. നാഗദൈവങ്ങളാണ്, അല്ലെങ്കിൽ നാഗങ്ങളുടെ സാന്നിധ്യമാണ് സകല കാവുകളിലും ക്ഷേത്രഭൂമികളിലും ഉണ്ടായിരുന്നത്. പിന്നീട് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ആധികാരികമായൊരു ഭാവത്തിൽ നമുക്ക് നാഗദൈവങ്ങളെ തന്നെയാണ്, നാഗ ആരാധന ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാനാകും. അങ്ങനെ പറയുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പഴക്കം ചെന്ന ആരാധന രീതിയാകണം ഇവിടെയുള്ള നാഗസങ്കല്പമെന്ന് മനസ്സിലാക്കാം. മാത്രമല്ല ആഗമസർപ്പക്കാവുകൾ ഇവിടെയില്ലായിരുന്നു. അതായത് മുൻപ് പല സ്ഥലങ്ങളിലുമുള്ള കാവുകൾ, ആ കാവുകൾ നശിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള സർപ്പവിഗ്രഹങ്ങളെ ആവാഹിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കലും ഒക്കെ ഇവിടെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിരവധി വിഗ്രഹങ്ങൾ കാണാനാകുന്നത്. നാഗയക്ഷിയുടെയും അതുപോലെ തന്നെ നാഗരാജാവിൻ്റെയും ധ്യാനമന്ത്രം എഴുതി സൂക്ഷിച്ചിട്ടുള്ള ഒരു പ്രത്യേക ഇളമതിലോട് കൂടിയാണ് ഇവിടുത്തെ ശ്രീകോവിൽ നിൽക്കുന്നത്. പുരാതനമായ ചൈതന്യമുറ്റു നിൽക്കുന്ന നിരവധി നാഗവിഗ്രഹങ്ങളാണ് തകഴി ശാസ്താക്ഷേത്രത്തിൽ നാഗത്തറയിലുള്ളത്. ചിത്രകൂടങ്ങളും ആരാധിക്കുന്ന വിഗ്രഹങ്ങളും ആരാധിക്കാത്ത വിഗ്രഹങ്ങളും ഒക്കെ കാണാനാകും. ഇത് ഞാൻ പറഞ്ഞു, പലയിടത്തു നിന്ന് ആവാഹിച്ചു കൊണ്ടുവന്ന വിഗ്രഹങ്ങളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ഏതായാലും തേജസ്സുറ്റ ഒരു കാഴ്ച, നാഗ ആരാധനയുടെ തേജസ്സുറ്റ ഒരു കാഴ്ച തന്നെ ഇവിടെ കാണാനുണ്ട്. പക്ഷേ ഈ നടയിലെത്തുമ്പോൾ മറ്റൊരു കാര്യം പറയാതിരിക്കാനാകില്ല, തീർച്ചയായും പറഞ്ഞിരിക്കുക തന്നെ വേണം. നാഗദൈവങ്ങൾക്ക് മുന്നിൽ വന്ന് ഉപ്പും മഞ്ഞളും അർപ്പിച്ച് പ്രാർത്ഥിച്ച് ത്വക്ക് രോഗങ്ങൾ മാറുമെന്നൊരു വിശ്വാസമുണ്ടല്ലോ. പല ക്ഷേത്രങ്ങളിലും അങ്ങനെ വഴിപാട് കൊടുക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഇവിടെയും ആ വഴിപാട് പതിവുണ്ട് എന്ന് രണ്ട് ക്ഷേത്രങ്ങൾക്കും, നാഗയക്ഷിക്കും നാഗരാജാവിൻ്റെയും ധ്യാനങ്ങൾക്ക് മുന്നിലെ കൈൽവിളക്കുകൾക്ക് അരികിലായി നമുക്ക് കൂട്ടിയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ കാണാം. ഈ പ്ലാസ്റ്റിക് കവറിനുള്ളിലാണ് ഉപ്പും മഞ്ഞളും അടങ്ങുന്ന പ്രസാദമുള്ളത്. അപ്പോൾ ത്വക്ക് രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ഇത് കൊണ്ടുവന്ന് തലയ്ക്കൊഴിഞ്ഞ് ഇവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനാകും. സത്യത്തിൽ ഇത്തരത്തിൽ പ്ലാസ്റ്റിക് കവറിൽ പ്രസാദം കൊണ്ടുവരുന്നത് തന്നെ നമ്മൾ ഭക്തന്മാർ തന്നെ അതിന് മുൻകൈയിട്ടെടുക്കണം. വേറെ ആരെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരുമെന്ന് കരുതി കാത്തിരിക്കരുത്. നമ്മൾ തന്നെ തീരുമാനിക്കുക, ഭഗവാനെ സമർപ്പിക്കുന്ന ഒന്നിലും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു അംശവും കലരുകയില്ല എന്ന്. ഇതിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ പ്രസാദമായിട്ട് ഇവിടെ സമർപ്പിക്കുന്നു. അത് തന്നെ കർപ്പൂര തട്ടിലേക്കും വെക്കുന്നുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, കർപ്പൂരം കത്തി വരുമ്പോൾ പലപ്പോഴും ഈ പ്ലാസ്റ്റിക് കവറുകളും അതിൻ്റെ ഒപ്പം കത്തുകയാണ്. ഇവിടെ വന്ന് നമുക്കത് ശ്വസിക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കൂടി കത്തുകയാണ് അതിനൊപ്പം എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെയുള്ള ചില രീതികൾ നമുക്ക് മാറ്റുകയേ മതിയാവുകയുള്ളൂ. കാരണം കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ എല്ലാ മാറ്റങ്ങളും പല മാറ്റങ്ങളും വന്നുകൊള്ളട്ടെ. പക്ഷേ ക്ഷേത്രങ്ങൾ എന്നത് ശുദ്ധവായുവിൻ്റെയും ശുദ്ധമായ അന്തരീക്ഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഭൂമികയാണ്. ആ ഭൂമികയെ അങ്ങനെ അല്ലാതെ മറ്റൊരു തരത്തിൽ പുതിയ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കിയാൽ സംഭവിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ വേരുകൾ തന്നെ, ഒരു മരം സ്വന്തം വേരുകളെ തന്നെ അറ്ററ്റ് വീണ് വേരുകൾ ഓരോന്നോരോന്നായി പറഞ്ഞു പോയാൽ മരത്തിൻ്റെ അവസ്ഥയായി മാറും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും ശ്രദ്ധിക്കുക, നാം പോകുന്ന ക്ഷേത്രത്തിൽ നമ്മളാൽ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് മാലിന്യമോ പ്ലാസ്റ്റിക് വസ്തുവോ ആ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ച് പോരുകയോ ഉപേക്ഷിച്ച് പോരുകയോ ചെയ്യുകയില്ല എന്ന് തീരുമാനിക്കാനുള്ള ഒരു പ്രാപ്തി നമുക്കുണ്ടെങ്കിൽ തന്നെ വലിയൊരു മാറ്റം വരുത്താനാകും. ഇത്രയും പഴക്കമുള്ള ഇത്രയും പുരാതനമായൊരു ക്ഷേത്ര അന്തരീക്ഷത്തിൽ ഒരു പ്ലാസ്റ്റിക് കവർ കത്തുന്ന ഗന്ധം പോലും വരാൻ പാടില്ല. സത്യത്തിൽ അതൊരു വലിയ പാപകർമ്മമാണെന്ന് തന്നെ മനസ്സിലാക്കണം.
विश्वमोहनं हरिदधीश्वरम् आराध्यपादुकम् हरिविवर्धनं स्वामि नित्यनर्तनं हरिहरात्मजं स्वामि देवमाश्रये हरिहरात्मजं स्वामि देवमाश्रये. നാഗചൈതന്യത്തെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ നിൽക്കുന്നത് എണ്ണ വല്യച്ഛൻ്റെ ക്ഷേത്രം എന്ന വലിയ കവാടത്തിൻ്റെ മുന്നിലാണ്. ഈ കവാടം കാണുമ്പോൾ അറിയാം ഇതിന് പിന്നിൽ വലിയ സങ്കല്പങ്ങളുണ്ട്. അതെ, എണ്ണ വല്യച്ഛൻ എന്ന സങ്കല്പത്തെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ക്ഷേത്രത്തിൻ്റെ നേരെ പുറകിലേക്ക് വന്നാൽ നമുക്ക് അവിടെ നിന്ന് പുറകിൽ നിന്ന് വീണ്ടും മുന്നിലേക്ക് ഒരു വലിയ വഴി പോകുന്നുണ്ട്. ആ വഴിയിലൂടെ ചെന്നാലാണ് എണ്ണ വല്യച്ഛൻ്റെ ക്ഷേത്രത്തിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇതിനോടൊപ്പം ആ സങ്കല്പത്തെക്കുറിച്ചും പറയാനുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു വിശ്വാസം വന്നതെന്ന്. എണ്ണ വല്യച്ഛൻ എന്ന് പറയുന്നത് ഇവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ കാരണവർ തന്നെയാണ്. അതായത് തികഞ്ഞ ഭക്തനായിരുന്ന കാരണവർ. ഒരു കാലത്ത് ഈ ക്ഷേത്രം വല്ലാത്തൊരു ജീർണാവസ്ഥയിലായിപ്പോയി. ജീർണാവസ്ഥയിലെന്ന് പറഞ്ഞാൽ നിത്യ വിളക്ക് കത്തിക്കുവാൻ പോലും വകയില്ലാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ കാരണവർ എന്നും വിഷമിച്ചു. എന്ത് ചെയ്യും ഈശ്വര, ക്ഷേത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഒരു ക്ഷേത്രത്തിനൊരു സമൃദ്ധി ഉണ്ടാകുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വല്യച്ഛൻ എന്നും വിഷമിച്ചിരുന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ വല്യച്ഛന് ഒരു ദിവസം ശാസ്താവ് തന്നെ സ്വപ്നദർശനം നൽകുകയും എണ്ണ കാച്ചി കൊടുത്താൽ മതിയാകും എന്ന് പറയുന്നതായി തോന്നുകയും ചെയ്തു. അന്ന് ധർമ്മശാസ്താവിൻ്റെ നിർദ്ദേശത്താൽ വല്യച്ഛൻ കാച്ചിക്കൊടുത്ത എണ്ണ അത് നിരവധി പേർക്ക് സകല രോഗങ്ങളും മാറുന്നതിന് കാരണമായി. ഇന്നും തകഴിയിലെ വല്യെണ്ണ വളരെ വിശേഷപ്പെട്ടതാണ്. വാദം, മഞ്ഞപ്പിത്തം, കഫം തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ പൂർണ്ണമായും മാറുന്നതിന് ഈ എണ്ണ സേവിച്ചാൽ മതിയാവും. വെറുതെ സേവിച്ചാൽ പോരാ, അതിന് വലിയ നിഷ്ഠകളുണ്ട്. മാത്രമല്ല ഈ വല്യെണ്ണ തയ്യാറാക്കുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. സ്വപ്ന ദർശനം നൽകി ധർമ്മശാസ്താവ് നിർദ്ദേശിച്ചതിന് പ്രകാരമുള്ള പച്ചില മരുന്നുകൾ കൊണ്ടാണ് ആ വല്യെണ്ണ നിർമ്മിക്കുന്നത്. ആ വല്യച്ഛൻ സാന്നിധ്യമാകുന്നു. വല്യച്ഛൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന പ്രദേശത്തിലേക്കാണ് ഇനി നാം ചെല്ലുന്നത്. ധർമ്മശാസ്താവ് ആദ്യം സാന്നിധ്യമായി എന്ന് വിശ്വസിക്കുന്നു ഓതറമല. ഓതറമലയെക്കുറിച്ച് നാം ഇന്നലെ പറഞ്ഞിരുന്നു. പരശുരാമൻ ധർമ്മശാസ്ത്ര പ്രതിഷ്ഠ ആദ്യം നടത്തിയത് ഓതറമലയിലാണ്. ഓതറമല എന്ന് പറഞ്ഞാൽ നമ്പൂതിരിമാർ താമസിച്ചിരുന്നുണ്ട്. ഓത്തൻ തറ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ പറഞ്ഞ് ഓതറയായി മാറിയതാണ്. അപ്പോൾ ആ ഓതറമലയിൽ നിന്ന് തന്നെ 84 ചെടികൾ, ഔഷധ സസ്യങ്ങൾ, വേരും ഇലകളും ഒക്കെയായി കൊണ്ടുവരുവാൻ നിർദ്ദേശിച്ചു. ശാസ്താവ് തന്നെ വല്യച്ഛന് സ്വപ്നദർശനം നൽകി. അത് കഴിഞ്ഞ് പിന്നീട് 64 അങ്ങാടി മരുന്നുകൾ ഇതിനോടൊപ്പം ചേർക്കേണ്ട വിധവുമൊക്കെ നിർദ്ദേശിച്ചിരുന്നു. ഇതുകൂടാതെ മരോട്ടിക്ക, പുന്നയ്ക്ക, പൂവണക്കെണ്ണ, ഇങ്ങനെ പല എണ്ണകളും, എള്ളെണ്ണ ചേരാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാ എണ്ണകളും ചേർത്ത് ആണ് ഈ പ്രത്യേകിച്ചിട്ടുള്ള വല്യെണ്ണ തയ്യാറാക്കുന്നത്. ഈ വല്യെണ്ണ തയ്യാറാക്കി നൽകിയാൽ, അതായത് അദ്ദേഹം ആ ഒരു തപസ്സിൻ്റെ ഒരു ശക്തി കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്വപ്നദർശനം ലഭിച്ചത്. അദ്ദേഹം എങ്ങനെയാണോ ശാസ്താവ് നിർദ്ദേശിച്ചത് അതുപോലെ തന്നെ ഓതറമലയിൽ പോയി 84 സസ്യങ്ങൾ, ചെടികൾ കൊണ്ടുവരികയും വേരുകളും ഇലകളും കൊണ്ടുവരികയും പിന്നെ 64 അങ്ങാടി മരുന്നുകൾ ചേർക്കുകയും ഒക്കെ ചെയ്ത് വ്രതനിഷ്ഠയോടുകൂടി പ്രാർത്ഥിച്ച് ആ എണ്ണ തയ്യാറാക്കി പിന്നീട് ഇവിടെ അതാദ്യം കൊടുത്തത് തന്നെ ഒരു മഹാഭക്തനാണ്. രോഗങ്ങൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായും മാറി. അത് ആ കാലത്തിൻ്റെ കഥയാണെങ്കിൽ ഇന്നും ഇവിടെ ആ വല്യെണ്ണ സേവിക്കുന്നവർക്ക് വാതരോഗം നിശേഷം മാറുന്നുവെന്ന് നിരവധി പേർക്ക് അനുഭവമുണ്ട്. നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇവിടേക്ക് വന്നവർ പിന്നീട് നടന്ന് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇവിടുന്ന് തിരിച്ചു പോയ അനുഭവ കഥകൾ, അതായത് ഈ 10 വർഷത്തിനുള്ളിലെ കഥകൾ ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഭക്തർ വിശദമായി നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള എണ്ണ, അതായത് മഞ്ഞപ്പിത്ത രോഗം മാറുന്നതിനും ഈ വല്യെണ്ണ സേവിക്കുന്നത് നല്ലതാണ്. വാതരോഗം പൂർണ്ണമായും മാറുന്നു. അപ്പോൾ അതിനൊക്കെ നമുക്കിവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാകും, ധർമ്മശാസ്താവിൻ്റെ ദർശനം ലഭിച്ച വല്യച്ഛനാണ് ആദ്യമായി വല്യെണ്ണ കാച്ചി ഉണ്ടാക്കിയത് എന്നും വല്യച്ഛൻ്റെ സ്മാരകമാണ് ഈ ക്ഷേത്രമെന്നുമൊക്കെ വിശദമാക്കിയിട്ടുണ്ട്. അന്ന് ആ എണ്ണ സേവിച്ചവർക്ക് രോഗം മാറിയെന്ന് പറഞ്ഞു. ഇന്നും ആ എണ്ണ സേവിക്കുന്നവർക്ക് രോഗം മാറുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ വെറുതെ എണ്ണ സേവിച്ചാൽ പോരാ. എണ്ണ തയ്യാറാക്കുന്നതിന് പ്രത്യേക നിഷ്ഠകളുണ്ട്. ആ തയ്യാറാക്കലിന് വ്രതാനുഷ്ഠാനത്തോടു കൂടി മാത്രമേ എണ്ണ തയ്യാറാക്കാൻ പാടുള്ളൂ. അതിന് വേണ്ടുന്ന ചെടികളൊക്കെ വേണ്ടുന്ന രീതിയിൽ തന്നെ എടുക്കേണ്ടതുണ്ട്. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, എണ്ണ സേവിക്കുന്നതും വളരെ നിഷ്ഠയോടുകൂടി വേണം. പഥ്യമൊക്കെ കൃത്യമായി നോക്കിയതിനു ശേഷം മാത്രമേ എണ്ണ സേവിക്കാൻ പാടുള്ളൂ. പഥ്യം തെറ്റിപ്പോയാൽ കൊടിയ വിഷത്തിൻ്റെ ഫലം നൽകും. ആ മരുന്ന്, ആ എണ്ണ കൊടിയ വിഷത്തിൻ്റെ ഫലം നൽകുമെന്നാണ്. ഈ 41 ദിവസം വ്രതം അനുഷ്ഠിച്ച് എണ്ണ സേവിക്കുന്ന ദിവസങ്ങളിൽ വെള്ളം ഒരല്പം പോലും ഉപയോഗിക്കാതെയൊക്കെ വേണം അത് അനുഷ്ഠിക്കുവാൻ. അത്ര വ്യക്തമായി പഥ്യം നോക്കിയാലാണ് പൂർണ്ണമായും സുഖം ലഭിക്കുക. ഏതായാലും കാലം മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
അങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുവാനായി ഒരു ഓതറമലയുണ്ട് എന്നും ആ ഓതറമലയിൽ 84 ഔഷധ സസ്യങ്ങൾ ഇന്നും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹമായി നിൽക്കുന്നുണ്ട് എന്നും അവിടുന്ന് ആ സസ്യങ്ങളും പിന്നീട് അങ്ങാടി മരുന്നുകളും ഒക്കെ ചേർന്നുള്ള വല്യെണ്ണ ഇന്നും തകഴിയിൽ തയ്യാറാക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും വലിയൊരു ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. അതൊരു പൈതൃക സമ്പത്ത് തന്നെയാണ്. ശ്രിതാനന്ദ ചിന്താമണി ശ്രീനിവാസം സദാ സച്ചിദാനന്ദ പൂർണ്ണ പ്രകാശം ഉദാരം സദാരം സുരാധാരമീശം പരം ജ്യോതിരൂപം ഭജേ ഭൂതനാഥം സ്വാമിയേ ശരണമയ്യപ്പ. വല്യെണ്ണയും രോഗങ്ങളെല്ലാം മാറുന്ന ഔഷധക്കൂട്ടും ഒക്കെയുള്ള ഭൂമിയിൽ ഒരുപാട് സ്നേഹമുണ്ട്. സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുണ്ട്. ഇവിടെ തലയുയർത്തി നിൽക്കുന്ന ധാരാളം നാട്ടുമാമ്പഴമുണ്ട്. ഒന്ന് കാറ്റടിച്ചാൽ തുരുതുരേ നിലത്തേക്ക് വീഴുന്ന മാങ്ങയുണ്ട്. അതിൻ്റെ നല്ല സുഗന്ധമുണ്ട്. അതെല്ലാം ഒത്തുചേരുന്നു തകഴിയിൽ. അതായത് അസുഖങ്ങളെല്ലാം മാറ്റുന്ന വല്യെണ്ണ ഉള്ളതുപോലെ തന്നെ എല്ലാ തരത്തിലും നമ്മെ കാത്തുരക്ഷിക്കുന്ന ശാസ്താവിൻ്റെ ദർശന സൗഭാഗ്യമുള്ളതുപോലെ തന്നെ ചില ഗ്രാമ സൗഭാഗ്യങ്ങളും സൗരഭ്യങ്ങളും സുഗന്ധങ്ങളും ആ ഗൃഹാതുരതയും ഒക്കെ ഇവിടെ ബാക്കിയുണ്ടെന്ന് സാരം. കാറ്റിനൊപ്പം മാങ്ങ വീഴുമ്പോൾ അത് ഓടിച്ചു നിൽക്കുവാനുള്ള ബാല്യം നമ്മിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരും തകഴിയിലെ ഈ ഒരു ക്ഷേത്രഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ. അതെല്ലാം മഹാഭാഗ്യങ്ങളാണ്, ഇതെല്ലാം അനുഗ്രഹങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തകഴി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നാം നിൽക്കുന്നത്, ക്ഷേത്രവിശ്വാസങ്ങളെ അറിയുന്നത്, ഒപ്പം നമ്മുടെ ബാല്യത്തിലേക്ക് ഗൃഹാതുരതകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ശാസ്താവിഗ്രഹം ഒഴുകി ഒരു പൊതക്കുഴിയിൽ വീണ് കിടന്നു. പിന്നീട് വില്ലുമംഗലം സ്വാമിയാർ അത് കണ്ടെത്തിയപ്പോൾ പൊതക്കുഴിയാണ് പിന്നീട് തകഴിയായി മാറിയത് എന്ന ഐതിഹ്യത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. എന്നാൽ അതുപോലെ തന്നെ ഉദയാർക്ക മുനിയാണ് വിഗ്രഹത്തെ കണ്ടെത്തിയത് എന്ന മറ്റൊരു വിശ്വാസവുമുണ്ട്. ഉദയാർക്ക മുനിയാണ് ചളിയിൽ നിന്ന് വിഗ്രഹം പൊക്കിയെടുത്ത് തഴുകിയും കഴുകിയും പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടാണ് തഴുകി എന്നും പിന്നീട് തകഴി എന്നുമായതെന്നും രണ്ട് വിശ്വാസമുണ്ട്. ഏതായാലും ഉദയാർക്ക മുനിയാണ് പ്രതിഷ്ഠിച്ചത് എന്ന വിശ്വാസത്തിന് ബലം നൽകുന്ന തരത്തിൽ ഇവിടെ ഒരു ആചാരമുണ്ട്. അത് കുത്തില വറുത്ത പൊടി നിവേദ്യം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു ക്ഷേത്രത്തിലും അത് പതിവില്ല, തകഴിയിലെ മാത്രം പതിവാണ്. അത് വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് താനും. ഭക്തർ ധാരാളം ആ ഒരു വഴിപാട് നേദ്യം അർപ്പിക്കാറുണ്ട്. എത്രയൊക്കെ പൂജകളുണ്ടെങ്കിലും ഭഗവാന് പ്രിയപ്പെട്ട നേദ്യം കുത്തില വറുത്ത പൊടിയാണ്. ഈ പ്രതിഷ്ഠ നടന്നുവല്ലോ, ആദ്യം തന്നെ തഴുകിയും കഴുകിയും ഉദയാർക്ക മുനി പ്രതിഷ്ഠിച്ചുവല്ലോ. പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നേദ്യം അർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അരി ഉണ്ടായിരുന്നത്. ആ അരി അപ്പം തന്നെ വറുത്ത് പൊടിച്ച് എടുക്കുകയും ഒരു ഇല കുത്തിലയാക്കി, വറുത്ത അരിയാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നത്, അതങ്ങ് പൊടിക്കുകയും പിന്നെ ഇങ്ങനെ ഇലയെ കുത്തിലയാക്കിയിട്ട് അതിൽ വെച്ച് നിവേദിക്കുകയുമാണ് ഉണ്ടായത്. അതന്ന് ഭഗവാൻ ഏറെ ഇഷ്ടപ്പെട്ടു എന്നും ഇന്നും അത് ഭഗവാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് കുത്തില വറുത്ത പൊടി നിവേദ്യത്തിന് ഇവിടെ വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത്.
തകഴി ധർമ്മശാസ്താവിന് മറ്റൊരു പ്രിയപ്പെട്ട വഴിപാടുണ്ട്. അത് അടനിവേദ്യം എന്നാണ് അറിയപ്പെടുന്നത്. അടനിവേദ്യത്തിന് പിന്നിലുമുണ്ട് ഒരു ഐതിഹ്യം. ഒരു ബ്രാഹ്മണ വ്യാപാരി ഒരിക്കൽ തൻ്റെ വ്യാപാരങ്ങൾ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ നടയിൽ വന്ന് അടവഴിപാട് നടത്തിക്കൊള്ളാമെന്ന് പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വന്ന് അടവഴിപാട് നടത്തുകയും അദ്ദേഹത്തിന് ധാരാളം സമ്പത്തുണ്ടാവുകയും സമ്പന്നനായ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. സ്വദേശത്തേക്ക് മടങ്ങിപ്പോയപ്പോൾ ഇവിടെ അടവഴിപാട് നടത്തുവാനുള്ളതിനെല്ലാം ഏർപ്പാടാക്കിയിട്ടാണ് പോയത്. പക്ഷേ ഇദ്ദേഹം ഏൽപ്പിച്ച വ്യക്തി അത്ര വലിയ ശ്രദ്ധ കൊടുക്കാതിരിക്കുകയും അടവഴിപാട് മുടങ്ങിപ്പോവുകയും ചെയ്തു. ഈ ബ്രാഹ്മണന് പിന്നീട് ഒരുപാട് ദുഃഖങ്ങളുണ്ടാവുകയും അതുപോലെ ദുരിതങ്ങളുണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോൾ എന്താണ് കാര്യമെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് ഇവിടുത്തെ ധർമ്മശാസ്താവ് തകഴി ശാസ്താവ് കോപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായത്. അദ്ദേഹം പിന്നെ ഉടനെ തന്നെ ആ ബ്രാഹ്മണൻ ഇവിടേക്ക് വരികയും പരിഹാര കർമ്മങ്ങളെല്ലാം നടത്തുകയും അടനിവേദ്യം മുടങ്ങിപ്പോവാതിരിക്കുവാനായിട്ട് തൻ്റെ സ്വത്തിൽ നിന്ന് 12 പറ നിലം ഭഗവാനായി എഴുതി വയ്ക്കുകയും ചെയ്തു. അന്ന് മുതൽ ഇങ്ങോട്ട് അടവഴിപാട് ഇവിടെ നടത്തുന്നുണ്ട്. അത് വളരെ വിശേഷമായിട്ടൊന്നും ഭക്തർ നിലമൊക്കെ പോയി എങ്കിൽ പോലും ആ അടനിവേദ്യം കൃത്യമായിട്ടും വഴിപാട് ഭക്തർ ധാരാളം നടത്താറുണ്ട്. അത് എപ്പോഴും അത്താഴ പൂജ കഴിഞ്ഞിട്ടാണ് അട പ്രസാദം പുറത്തേക്ക് നൽകാറ്. ആ പ്രസാദം കിട്ടുന്ന വഴിപാട് കഴിച്ച ആരാണോ അദ്ദേഹം പ്രസാദം കിട്ടിയാൽ ഉടനെ തന്നെ അത് അവിടെ നിൽക്കുന്നവർക്കെല്ലാം വീതിച്ച് നൽകണം. എങ്കിലേ അതിൻ്റെ ഗുണം ഇരട്ടിക്കുള്ളൂ, ഫലം ഇരട്ടിക്കുള്ളൂ എന്നാണ്. അമൃതിന് തുല്യമാണ് തകഴിയിലെ അട എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഐതിഹ്യം പറഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ ഒരു വൃക്ഷത്തെയാണ് വലം വെച്ച് വന്നത്. കാഞ്ഞിരവുമുണ്ട്, അരയാലുമുണ്ട് എന്ന് കാണാം. ഇവിടെ ആണ് അരുംകൊല, അതായത് ബാധ ഉപദ്രവമൊക്കെ ഉള്ളവർ, അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള മാനസിക അസ്വാസ്ഥ്യങ്ങൾ കാണിക്കുന്നവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നവർ ഉറഞ്ഞു തുള്ളുന്ന സമയത്ത് അവരുടെ തലമുടി എടുത്ത് ഒരു ആണിയിൽ ചുറ്റി ആ കാഞ്ഞിരത്തിൽ അടിച്ചു വയ്ക്കും അത്രേ. അപ്പോൾ തന്നെ അവർ ബോധം കെട്ട് വീഴുകയും പിന്നീട് എഴുന്നേൽക്കുമ്പോൾ മാനസിക വിഭ്രാന്തി ഒട്ടുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമായിരുന്നു പണ്ട് കാലത്ത്. അങ്ങനെ ഒരു ശക്തവിശ്വാസം ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുടെ ഭൂമികയാണ് തകഴി ധർമ്മശാസ്താ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ പോലെ തന്നെ ഓരോ അറിവും ഓരോ വിശ്വാസവും നമ്മിലെ ആ ഭക്തിഭാവത്തെ ഉണർത്തുക തന്നെ ചെയ്യും. കലിയുഗവരദന്റെ കമനീയ വിഗ്രഹം തിരുവാഭരണങ്ങൾ ചാർത്തി ഒരു കുറി കാണുമ്പോൾ 1 കോടി ജന്മത്തിൻ സുകൃതം തേടുന്നു നമ്മൾ, സുകൃതം തേടുന്നു നമ്മൾ.